ശ്രദ്ധിക്കുക. സമാനമായ ചോദ്യം എന്താണെന്ന്. നേരത്തെ തന്നിരിക്കുന്ന ചോദ്യം 625-ന് 5 ഘടകങ്ങളുണ്ട് എന്നും 625-ന്റെ വർഗത്തിന് എത്ര ഘടകങ്ങളുണ്ട് എന്നാണ്. അതിന്റെ ആൻസർ മക്കൾക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞത് 5 ഘടകങ്ങളാണ് ഉണ്ട് എന്ന് പറഞ്ഞതെങ്കിൽ 5നെ ഡബിൾ ചെയ്തിട്ട് 10-ൽ നിന്ന് 1 കുറച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. 9 ആണ്. അതിന് സമാനമായ ഒരു ചോദ്യം ഞാൻ മക്കൾക്ക് തരികയാണ്. 625-ന് അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ 1024-ന് 11 ഘടകങ്ങളുണ്ട് എന്ന് കരുതുക. 1024-ന് 11 ഘടകം എങ്കിൽ 1024-ന്റെ വർഗത്തിന് എത്ര ഘടകം ഉണ്ടാവും? അതേ രീതിയിൽ മക്കൾക്ക് ടൈപ്പ് ചെയ്യാം. 1024-ന്റെ വർഗത്തിന് എത്ര ഘടകം ഉണ്ട് എന്നാ കുട്ടികൾ ടൈപ്പ് ചെയ്ത ഗായത്രി? 21. 20. ശരി, വീണ്ടും നമ്മൾ ചിത്രത്തിലേക്ക് പോവുകയാണ്. ചിത്രം ശരിക്കും ശ്രദ്ധിക്കുക. മക്കൾ ചെയ്യേണ്ടത് ഓരോ ചോദ്യവും കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. പെട്ടെന്ന് ചാടിക്കേറി ആൻസർ ചെയ്യരുത് എന്ന് നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ശരി, അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് നോക്കാം. നേരത്തെ വരച്ചതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത് ഒരു റെക്ടാങ്കിൾ ആണ്. ആ റെക്ടാങ്കിൾ ഗായത്രി ക്ലിയർ അല്ലേ വരച്ചത്? അതെ സർ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നമുക്ക് ആ റെക്ടാങ്കിളിന്റെ നീളം ഈ കുട്ടികൾക്ക് കൊടുത്തേക്കാം. 25 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ സർ. പിന്നെ മക്കൾക്ക് നമ്മൾക്ക് വേറെ 1-2 അളവ് കൂടി കൊടുക്കാം. റെക്ടാങ്കിളിന് ഒരു പേര് കൊടുക്കണം. ABCD എന്ന് പേര് കൊടുക്കുകയാണ്. പേര് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഡിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വിട്ടിട്ട് ഒരു 13 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ഇവിടെ ഒരു മാർക്ക് ചെയ്യുന്നു, ഒരു ബിന്ദു. എന്നിട്ട് ഗായത്രി നമ്മൾ ഈ ബിന്ദുവിൽ നിന്ന് ഈ ബിയിലേക്ക് ഒരു വര വരയ്ക്കുന്നു. ആ റെക്റ്റിംഗ് കൊണ്ട് വരച്ചിരിക്കുന്ന ആ വരയുടെ നീളം 15 സെന്റിമീറ്റർ ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ ഗായത്രി, നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഈ ഭാഗം മാത്രം നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഗായത്രിക്ക് അറിയാമോ ഈ ഷെയ്ഡ് ചെയ്ത ഈ രൂപത്തിന്റെ പേരെന്താണെന്ന്? ട്രപ്പീസിയം അല്ലേ? ട്രപ്പീഷ്യമാണ്. മലയാളത്തിൽ എന്താണെന്ന് അറിയാമോ പറയുന്നത്? ഇല്ല സർ. ലംബകം എന്നാണ് മലയാളത്തിൽ പറയുക. എന്താ പറയുക? ലംബകം എന്നാണ്. അപ്പൊ മോളെ ഇവിടെ നമുക്ക് ഈ 15 സെന്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെയുള്ള 13 തന്നിട്ടുണ്ട്. ഈ നീളം 25 തന്നിട്ടുണ്ട്. ഗായത്രി, ഞാൻ ഈ ട്രപ്പീഷ്യത്തെ ഷെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. ഗായത്രി, എന്റെ ചോദ്യം ഇനി വളരെ വ്യക്തമാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ട്രപ്പീഷ്യത്തിന്റെ ഏരിയ എത്രയാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദ്യം. മക്കൾ ചെയ്യേണ്ടത്, ഈ ചോദ്യം നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് 2 മിനിറ്റെങ്കിലും എടുക്കും. അതുകൊണ്ട് ഇവിടെ മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വിളിച്ചെന്നും പറയണ്ട. നിങ്ങൾ ചെയ്ത് നോക്കുക. ശരിയായ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ശരിയല്ലെങ്കിലും കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാം ആർക്കാണ് ശരിയായ ഉത്തരം കിട്ടുന്നത് എന്ന്. ഞാനിപ്പോ മൈക്ക് ഓൺ ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഇതേപോലെയുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. മക്കൾക്ക് ഇനിയിപ്പോൾ ആൻസർ പറയാം. അവർക്ക് ഈ നീളം മാത്രമേ 25 കിട്ടിയത്. ഈ പറഞ്ഞിരിക്കുന്ന ഇവരെ പിടിച്ചിട്ട് ഇവിടെയുള്ള ഈ ഒരു മട്ടത്രികോണത്തെ റൈറ്റ് ആംഗിളിനെ പിടിച്ചിട്ട് ആ മക്കൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഈ വശം കണ്ടേ മതിയാവും. ആ വശമാണല്ലോ എടുത്ത്, അതാണല്ലോ ഇതിന്റെ വീതി, അല്ലേ ഗായത്രി? അതെ സർ. ശരി, അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ ചെയ്യേണ്ടിയിരുന്നത്
ആദ്യം ഇവിടത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു വേണ്ടത്. കാരണം ഇതൊരു മട്ട ത്രികോണമാണ്. ആ മട്ട ത്രികോണത്തിന്റെ മട്ടകോൺ എന്ന വശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും നീളം കൂടിയ വശം ഇവിടെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ കർണം എന്ന് പറയും, ഹൈപ്പോട്ടിയസ് പറയും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും നീളം കൂടിയ വശമായ 15 ഇവിടെ തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബുദ്ധി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മൊത്തം 25 ആണെങ്കിൽ ഈ 13 കഴിഞ്ഞാൽ ഇവിടത്തേക്കുള്ള അകലം എത്ര ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നന്നായിരുന്നു. 13 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നീളം എത്ര ഉണ്ടാവും ഒന്നിച്ച് പറയൂ മക്കളെ. 12 കിട്ടിയിട്ടുണ്ട്. ഗായത്രി, ഈ 15 ഇവിടെ ഏറ്റവും നീളം കൂടിയ വശം കിട്ടിയിട്ടുണ്ട്. 15ന്റെ സ്ക്വയർ അങ്ങോട്ട് കാണുക ഗായത്രി. 15ന്റെ സ്ക്വയർ എത്രയാണ് മോളെ? പെട്ടെന്ന് പറയണം. 225. അത് കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഈ 12ന്റെ സ്ക്വയർ അങ്ങോട്ട് കാണാൻ ഗായത്രി. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. 144 ആണ് ഗായത്രി. 144 ഈ 225 അങ്ങോട്ട് മൈനസ് ചെയ്താൽ എത്ര ഉണ്ടാവും ഗായത്രി? 81. 81 ഉണ്ടാവും. ആ 81ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് ഗായത്രി? 9. 9. അപ്പൊ നിങ്ങളുടെ പാഠപുസ്തകത്തില് മട്ടത്രികോണങ്ങളും വർഗങ്ങളും എന്നുള്ള ഒരു ഭാഗം പഠിക്കാനുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട് 1-2 പ്രോപ്പർട്ടീസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ആ സ്ക്വയർ നമ്പർ അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയും 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പറും ആദ്യത്തെ 25 പ്രൈം നമ്പേഴ്സും അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളും കാണാതെ പഠിച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയും എളുപ്പമാവും കണക്കിന്റെ. അപ്പം ഈ 81ന്റെ സ്ക്വയർ റൂട്ടായ 9 ആണ് ഈ ഒരു സൈഡ്. ഈ ഒരു സൈഡ് നമ്മൾ ലംബമാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെക്ടാങ്കിളിന്റെ ആരാണ് ഈ 9 ഗായത്രി? ഹൈറ്റ് അല്ലെങ്കിൽ വീതിയാണ്. വീതിയാണ് എന്ന് പറയാൻ പിടുത്താണ്. ഇനി മോളെ ഇതിന്റെ മൊത്തം ഏരിയ നമുക്ക് കാണാൻ പറ്റും. ആ 25നെ 9 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാൽ പോരെ? അത് ഗുണിക്കാനുള്ള എളുപ്പമാർഗം 25നെ ഒന്ന് 10 കൊണ്ട് ഗുണിച്ചേ. 250. 250 25 കുറച്ച് മതി. 250 25 കുറച്ച എത്ര വരും മോളെ? 225. 225 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം ഏരിയ 225 ആണെന്ന് വ്യക്തം. പക്ഷേ ഗായത്രി, നമുക്ക് ഈ ത്രികോണം വേണ്ടതുണ്ടോ? ഇല്ല സർ. ഈ ത്രികോണത്തിനുള്ള ഷേഡ് ആയിട്ടില്ലല്ലോ ഗായത്രി. ഇല്ല സർ. അത് അവിടുന്ന് വീണ്ടും ഒന്ന് കുറയ്ക്കണം ഗായത്രി. എന്ന് പറഞ്ഞാൽ ആ BH നിങ്ങൾ പഠിച്ചതാണ്. 1/2 × 12 × 9 അങ്ങോട്ട് ചെയ്യുക. 1/2 × 12 × 9 12ന്റെ പകുതി 6ഉം 6നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ഗായത്രി? 54. അപ്പൊ മൊത്തമായ 225ൽ നിന്ന് 54 നമുക്ക് വേണ്ട ഗായത്രി. അപ്പൊ 225 54 മൈനസ് ചെയ്താൽ എത്രയാണ് മോളെ? 171 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഉത്തരം. കുറെ കുട്ടികൾ ആൻസർ ചെയ്തിട്ടുണ്ട്. കുറെ കുട്ടികൾക്ക് ഇപ്പൊ പറഞ്ഞിട്ടാണ് മനസ്സിലാകുക. ആട്ടെ, ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ഇത് മനസ്സിലായവരെല്ലാവരും ഒന്നിച്ച് യേസ് എന്ന് ഉറക്കെ വിളിച്ചു പറയും മക്കളെ. ശ്രദ്ധിക്കുക, കൂടെ ഇരിക്കുന്ന പേരൻസ് ശ്രദ്ധിക്കുക, കൂടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഇവർക്ക് ഹയർ ലെവലിലെ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക എല്ലാവരും, അത് നോട്ട് ചെയ്ത് വെക്കുക ഈ ചോദ്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഏത് ചോദ്യം തന്നു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3ന്റെ ഗുണിതം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ, 3ന്റെ ഗുണിതം അല്ലാത്തത് ഏത്? Which of the following is not a multiple of 3? Which of the following not a multiple of 3?
അതും വന്നു, ഇംഗ്ലീഷിലും വന്നു. ചോദ്യം ഒന്ന് വായിച്ചേ ഗായത്രി. Which of the following is not a multiple of 3? അല്ലെങ്കിൽ 3ന്റെ ഗുണിതം അല്ലാത്തത് ഏത്? ഇപ്പൊ നമ്മളെ സ്ക്രീനൊക്കെ ക്ലിയർ അല്ലേ ഗായത്രി? ആ സർ, ക്ലിയർ ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇനി കുട്ടികളുടെ, ഞാനും ഇവിടുന്ന് സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ പ്രശ്നം വരില്ല എന്ന് എനിക്കറിയാം. ചില കുട്ടികൾ പറയുന്നു അവർ ടൈപ്പ് ചെയ്യുന്നുണ്ട് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ ഈ ക്ലാസ് കഴിഞ്ഞ് ഒന്നുകൂടി കാണട്ടെ. USSന്റെ ക്ലാസ് ആണ് മക്കളെ. അത് കുറച്ച് ലേശം ഒരു പ്രശ്നമുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഞാന് ഒന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്ത പോലും ഇപ്പൊ മ്യൂട്ട് ചെയ്യുകയാണ്. ആവശ്യമില്ലാത്ത മെസ്സേജ് ഒക്കെ കയറി വരുന്നു. 3ന്റെ ഗുണിതം അല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുക 24, 36, 18, 20 എന്നൊക്കെ ആയിരിക്കും. ഗായത്രി, ഇതിൽ 3ന്റെ ഗുണിതം അല്ലാത്തത് ഏതാണ് മോളെ? 20. പക്ഷെ ആ ചോദ്യം നമ്മൾ ആരെങ്കിലും USSന്റെ കുട്ടികളോട് ചോദിക്കുമോ ഗായത്രി? ഇല്ല. അതുകൊണ്ട് അത് നമുക്ക് മായ്ച്ചു കളയാം. അത് ചോദിക്കാൻ ഒരു സാധ്യതയില്ല ഗായത്രി. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഓപ്ഷൻ എ 2/100 പ്ലസ് 2/101. ഓപ്ഷൻ ബി 4/100 പ്ലസ് 4/101. ഓപ്ഷൻ സി 6/100 പ്ലസ് 6/101. ഓപ്ഷൻ ഡി 8/100 പ്ലസ് 8/101. ഗായത്രി, ഇതിന്റെ ഓപ്ഷൻ ബി ആണ്. കുട്ടികൾ പറഞ്ഞൊക്കെ ശരിയാണ് ഗായത്രി. ഈ ബി ആണ്. അപ്പൊ ബി അല്ലാത്ത എല്ലാ സ്ഥലത്തും ഞാൻ 3ഓ 3ന്റെ മൾട്ടിപ്പിളോ കാണിച്ചു തരാം. 2-3 രീതി ചെയ്യാം കുട്ടികൾക്ക്. ഒരു എളുപ്പമായ രീതി ഞാൻ പറയുന്നത്. നമുക്ക് ഇതിൽ 3നെ കാണിക്കാൻ പോവുകയാണ്. 2/100ലും 2 പ്ലസ് 2/101ലും ഒരു 3നെയോ 3ന്റെ മൾട്ടിപ്പിളോ ഞാൻ കാണിച്ചു തരാം. മോളെ 2/100 അവിടെ കിടക്കട്ടെ. പ്ലസ് 2/101നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താലോ? അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം പറയൂ. 2/1. ആ, എങ്ങനെ? 2/1 ഇൻറ്റു 2/100 എന്ന് എഴുതിക്കൂടെ? ഈ 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയല്ലേ മോളെ? ആ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2/200 ഒരു 2/100 കൂടി ആകുമ്പോൾ മൊത്തം എത്ര 2/100 ആകും മോളെ? 3 2/100. ആ, അത് ശരി. അപ്പൊ 3 ഇൻറ്റു 2/100 ആണ്. അപ്പം അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് താനും. ശരിയല്ലേ? അപ്പൊ നമ്മളോട് ചോദിച്ചത് മൾട്ടിപ്പിൾ അല്ലാത്തതല്ലേ ചോദിച്ചത്? ഇനി വേറൊരാള് വേഗം പിടിക്കാം. 6/100ഉം 6/101ഉം 6 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ ആ ഓപ്ഷനും ശരിയല്ല, അതും ആ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഇയാളൊന്ന് നോക്കിക്കോ. ഡിയെ നമുക്ക് എങ്ങനെ എഴുതാന്നറിയോ? 8/100 പ്ലസ് അടുത്തത് എങ്ങനെ എഴുതാൻ മോളെ? 8/1 ഇൻറ്റു 8/100 എന്ന് എഴുതിക്കൂടെ? അപ്പം 8/100ഉം 8/100ഉം കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് മൊത്തം 9/100 അല്ലേ? അവിടെയും നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ കണ്ടു. അപ്പൊ ഇവിടെ കണ്ടു 3ന്റെ മൾട്ടിപ്പിൾ, ഇവിടെ കണ്ടു 3ന്റെ മൾട്ടിപ്പിൾ, ഇവിടെ 6ലും കണ്ടു 3ന്റെ മൾട്ടിപ്പിൾ. പക്ഷെ 4/100 പ്ലസ് 4/101 എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും? 4/100 ഇവിടെ ഉണ്ട്. പിന്നെയോ
4 ഇൻറ്റു 4⁻100 ഉണ്ട്. അപ്പൊ മൊത്തം 5 ഇൻറ്റു 4⁻100 അല്ലേ? അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ അവിടെ ഉണ്ടോ? ഇല്ല സർ. അപ്പം നമ്മുടെ ആൻസർ ഇതാണ് ശരി എന്ന് മനസ്സിലാക്കുക. മൈക്കൊന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് ദഹിച്ചില്ല എന്ന് വരാം. അത്തരം കുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. മക്കളെ, നിങ്ങൾക്കിത് മനസ്സിലായോ? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് എക്സ്. ഒരു ഇംഗ്ലീഷിൽ ഒരു എക്സും ആണ് വന്ന്. ഈസ് ഈക്വൽ ടു 2 മോളെ. ഒന്ന് വായിച്ച മോളെ. ഇവിടെ 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/2 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആയാൽ ഇവിടെ എക്സിന്റെ വില എത്രയാണെന്നാണ് ചോദ്യം. ഏതോ ഒന്നുകൂടി എന്തോ ക്ലിയർ ആകണ്ടോ? ഒന്നുകൂടി വായിച്ച പോലെ അത് കറക്റ്റ് നോക്കി വായിച്ചേ. അതായത് ഇവിടെ 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ചോദ്യം എക്സിന്റെ വില എത്രയാണെന്നാണ്. എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പല ടൈപ്പിംഗ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണ് മോളെ? 1/32. അത് കറക്റ്റാ, അത് കറക്റ്റാ. എന്താ കാരണം? ഇവിടെ ഒരു 1 ഉണ്ട്, അതും കൂടി കൂട്ടിയിട്ടാണല്ലോ കിട്ടുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് മോളെ, ഈ 1/2 മുതൽ 1/32 വരെ കൂട്ടിയാൽ അത് 31/32 ആണല്ലോ. അത് വരച്ച് കാണിക്കട്ടെ? വേണോ? വേണ്ടെന്നാ തോന്നുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു സ്ക്വയർ എടുത്തിട്ട് ആ സ്ക്വയറിനെ 2 ഭാഗമാക്കി, അല്ലെങ്കിൽ റെക്ടാങ്കിള് 2 ഭാഗമാക്കി, അതിനെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തു? ആ 2 ഭാഗം ഇങ്ങോട്ട് മാറ്റി. പിന്നെ ഇതിനെ വീണ്ടും നമുക്ക് 1/4 ആക്കി മാറ്റി. പിന്നെ അത് 1/8 ആക്കി മാറ്റി, 1/16 ആക്കി മാറ്റി, 1/32 ആക്കി മാറ്റിയാൽ ഈ ഭാഗം തീർത്തും 31/32 ആണ്. അതിന് സംശയമില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് മാത്രം കൂട്ടിയാൽ 31/32 കിട്ടുമ്പോൾ ഇനി അടുത്ത ചോദ്യം ഇതാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഒരു 1/32 കൂടി കൂട്ടിയാലാണ് അത് 1 കിട്ടുക എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് 1 വന്നു, ഇത് 1/32 പകരം കൊടുത്തിട്ട് ഇത് 1 ആക്കി നിങ്ങൾ മാറ്റുകയും ഇവിടെ കാണുന്ന ഈ 1 ആദ്യം തന്നിട്ടുണ്ടല്ലോ, ആ 1 കൂട്ടിയാൽ 2 ഓക്കെ അല്ലേ ഗായത്രി? യെസ്. അപ്പൊ മറ്റുള്ള കുട്ടികളോട് ചോദിച്ചിട്ട്, മക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ? കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ഓടിയില്ല എന്ന് വരാം. ഇനി അടുത്ത ഒരു ലെവൽ കൂടിയ ചോദ്യമാണ്. കിട്ടേണ്ട കുട്ടിക്ക് കിട്ടും, കിട്ടാത്ത കുട്ടിക്ക് കിട്ടിയില്ല. ശ്രദ്ധിക്കുക, ചോദ്യം ശ്രദ്ധിച്ചോളൂ ഗായത്രി. പറയട്ടെ? What is the sum of the factors of the reciprocals of 2/8? എന്താണ് ഗായത്രി പറഞ്ഞത്? What is the sum of the factors of the reciprocal of 28? എന്താണ് അതിന്റെ മലയാളം? 28ന്റെ വിൽക്രമത്തിന്റെ ഫാക്ടേഴ്സിന്റെ സം എത്രയാണ്? 28ന്റെ എല്ലാ ഘടകങ്ങളുടെയും ഉൽക്രമങ്ങളുടെ തുക എത്ര? എന്താ ഈ പറഞ്ഞ റെസിപ്രോക്കൽ എന്നാല്? ആ നമ്പറിന്റെ തിരിച്ചിട്ടിട്ടുള്ള നമ്പർ. അപ്പൊ 3/5ന്റെ റെസിപ്രോക്കൽ എത്രയാ? 5/3. 5/3. അതേ സമയത്ത് 5 മാത്രം പറഞ്ഞ റെസിപ്രോക്കൽ എത്രയാ? 1/5. 1/5 ആണ്.
അതും ശരിയാണ്. മോളെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഉത്തരം കുട്ടികൾക്കാർക്ക് അറിയാമെന്ന് ഞാൻ നോക്കട്ടെ, മൈക്ക് ഓൺ ചെയ്ത് നോക്കട്ടെ, എത്ര പേര് മറുപടി പറയുന്നത് നമുക്ക് നോക്കാലോ. എത്രയാ മക്കളെ ഇത് ഉത്തരം? 54. ഗായത്രി, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? ഒരുപാട് വലിയ വലിയ സംഖ്യകളെ മക്കൾ പറഞ്ഞു. ഗായത്രി, ഇതിന്റെ ഉത്തരം 2 മോളെ. അപ്പൊ മോളെ ഒരു കാര്യം മനസ്സിലാക്കണം, 6 ഇങ്ങോട്ട് മാറിയിക്കട്ടെ, 28, 496, 8128. ഗായത്രി, ഈ സംഖ്യകൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സർ, സംഖ്യകൾ കാണുന്നില്ല. സൈഡിൽ വേണ്ട, അതിനെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് ഇടാം. ഇതാ ഇപ്പൊ കാണും സാർ. ഈ സംഖ്യകൾക്ക് പ്രത്യേകത ഉണ്ടെന്ന് ഗായത്രി അറിയില്ല. ഇതില് ഈവൺ നമ്പേഴ്സ് ആണ്. പിന്നെ ഈ 6 എന്ന സംഖ്യ മാത്രമായിട്ടുണ്ടെന്നതാണ്. 6 എന്ന സംഖ്യ ട്രയാങ്കിൾ മാത്രമായിട്ട്, 6 എന്ന സംഖ്യ ഒരു ഇരട്ട സംഖ്യ, ഈവൺ നമ്പർ മാത്രമാണോ? 6 ഒരുപാട് പ്രത്യേകതകളുണ്ട്. 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയും ഗായത്രി. 1, 2, 3, 6. These are the factors. ഇനി 6ന്റെ ഫാക്ടേഴ്സ് 6നെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒന്ന് കൂട്ടി നോക്കുക. 6 എന്നില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നു, 6 ഒഴികെ 6ന്റെ ഘടകം എത്ര? സർ, കേൾക്കുന്നില്ല. What is the sum of all the factors of 6 except 6? 6 ആണ്. അപ്പൊ ഇംഗ്ലീഷ് പറയേണ്ടി വരും, അതാണ് എനിക്ക് തോന്നുന്നു. What is the sum of all the factors of 28 except 28? 28. നമുക്ക് പരിശോധിക്കാം. 28ന്റെ ഘടകങ്ങൾ പറയുവാണ്. 1, 2, 4, 3 പറഞ്ഞില്ല, 4, 7, 14, 28. കറക്റ്റ് അല്ലേ? അതെ സർ. Yes. What is the sum of all the factors except 28? 28 ആണ്. അപ്പൊ ഇവിടുന്ന് ഇപ്രാവശ്യം വരുന്ന ചോദ്യം മുമ്പ് വന്നതാണിത്. What is the sum of all the factors of 496 except 496? 496 ആണെന്ന് കുട്ടിയൊക്കെ അറിയാം. കാരണം ഈ 4 പെർഫെക്റ്റ് നമ്പർ ആയിട്ട് പറയാം. പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ അനക സംഖ്യ എന്ന് പറയുന്നത് ഈ സംഖ്യക്ക് പെർഫെക്റ്റ് നമ്പർ. ഈ 4 പെർഫെക്റ്റ് നമ്പർ കുട്ടികൾ പഠിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ചോദ്യം വന്നത്, what is the sum of all the factors of 8128 except 8128? അത് 8128 ആണ്. പക്ഷേ ഇപ്രാവശ്യം വരുന്ന ചോദ്യം അതല്ല. 28ന്റെ എല്ലാ ഉൽക്രമങ്ങളുടെ തുക എത്ര, ഘടകങ്ങളുടെ ഉൽക്രമങ്ങളുടെ തുക എത്ര, അല്ലെങ്കിൽ റെസിപ്രോക്കൽസിന്റെ തുക എത്ര എന്ന് ചോദിക്കും. ഇനി നമുക്ക് 6ന്റെ റെസിപ്രോക്കൽസിന്റെ തുകയെല്ലാം 28 ആയാലും 496 ആയാലും 6 ആയാലും റെസിപ്രോക്കൽസിന്റെ തുക അത് അനകസംഖ്യ ആയതുകൊണ്ട് തന്നെ 2 ആയിരിക്കും. ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഗായത്രി, 1ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/1. 2ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 2/1. 2ന്റെ റെസിപ്രോക്കൽ 1/2. 1/2. 3ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/3. 1/2. ശരി. ഇനി ഇവയുടെ എല്ലാ റെസിപ്രോക്കലിന്റെ സം എത്രയാണല്ലേ ചോദിച്ചത്? അതെ സർ. അപ്പം ഈ എല്ലാ ഘടകങ്ങളുടെയും റെസിപ്രോക്കൽ 6ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/6. 1/6. ഇതൊക്കെയാണല്ലോ 28ന്റെ 6ന്റെ ഘടകങ്ങൾ. ഞാൻ ചോദിക്കട്ടെ മോളെ, ഈ 1/2, 1/3, 1/6 കൂട്ടിയാൽ എത്രയാണ്?
ശരി, ഈ 6, 3, 2 ഇവയുടെ LCM എത്രയാണ്? മൈക്ക് നോൺ ചെയ്യട്ടെ, മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു നോക്കട്ടെ. മക്കളെ പറയൂ, ഈ പറഞ്ഞ 5/6. ശരി, ഓക്കെ. അപ്പോ ശരി, ഇവിടെ നിങ്ങൾക്ക് 2, 3, 6 ഇവയുടെ LCM എത്രയാന്ന് ഗായത്രി? 6 ആണ്. അപ്പോ 3 ഇവിടെ വന്നു, 3 2 6, 1 2 2, 1 1 6 കിട്ടുക. ഇത് 3 കൂട്ടിയാൽ 6/6 കിട്ടും. ഈ 6/6 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ നേരത്തെ 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 1 കൂട്ടിയാൽ 2. ഗായത്രിക്ക് മനസ്സിലായല്ലോ എന്നറിയില്ല. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? മനസ്സിലായി. ശരി ശരി ശരി. അല്ലാത്ത രീതിയിലും കാണാം, ഞാൻ പറഞ്ഞല്ലോ വേറെ രീതിയിലൊക്കെ കാണാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. 100 raised to 100. 100 raised to 100. ഇതിൽ അവസാനം എത്ര 0 ഉണ്ടാവും? നൂറ് raised to 100 എന്നതിന് അവസാനം എത്ര സീറോസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. 4. ഓക്കെ, 200 0 ഉണ്ടാകും. ശരി, 200 ആണ് കുട്ടികൾ പറഞ്ഞത്. ആൻസർ ശരിയുമാണ്. കാരണം 100 raised to 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ 100 into 100 ആണെന്ന്. അവിടെ 4 0 കിടക്കുന്നത്. ഇനി 100 raised to 3 എന്ന് പറഞ്ഞാലോ 100 into 100 into 100 ആണ്. അവിടെ 6 0 കാണാലോ. അപ്പൊ ഇവിടെ 3 ആകുമ്പോൾ 6, ഇവിടെ 2 ആകുമ്പോൾ 4, അപ്പൊ ഇവിടെ 100 ആകുമ്പോഴോ പറയണോ എത്രയാ? 200. ഇനി മലയാളത്തിൽ ഒരു ചോദ്യം തരുന്നു, ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് അത്യാവശ്യം വേർഷൻ പറയാം. നല്ലൊരു ചോദ്യമാണ്, ഒരു ടൈപ്പ് മാറ്റിക്കൊണ്ടുള്ള ചോദ്യമാണ്. 1 മുതൽ from 1 തുടർച്ചയായ കോൺസിക്യൂട്ടീവ് കുറെ ഒറ്റസംഖ്യ, കുറെ ഓഡ് നമ്പേഴ്സ്, കുറെ ഒറ്റസംഖ്യകൾ. ആ ഒറ്റസംഖ്യകളുടെ തുക, 1 മുതൽ തുടർച്ചയായ കുറെ ഒറ്റസംഖ്യകളുടെ തുക 625 മക്കളെ. 1 മുതൽ തുടർച്ചയായ കുറെ ഒറ്റസംഖ്യകളുടെ തുക 625 പോലും. എങ്കിൽ നിങ്ങളുള്ള ചോദ്യം ഇതാണ്, ഒടുവിൽ കൂട്ടിയ അല്ലെങ്കിൽ അവസാനം കൂട്ടിയ ആ ഒറ്റസംഖ്യ ആരാണ്? അവസാനം കൂട്ടിയ ഒറ്റസംഖ്യ ആരാണ്, ഏതാണ്? ഗായത്രി പോയി തോന്നുന്നു, ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല. യെസ്, കുട്ടികൾക്ക് പറയാം. മക്കളെ ആൻസർ കിട്ടിയോ? 49 സർ. ശരിയാണ്, 49. ഇനി ഞാൻ വയനാട് ജില്ലയിലെ ഏതെല്ലാം സ്കൂളിലെ കുട്ടികൾ ഇതിലുണ്ട് എന്ന് എനിക്കറിയണം. നിങ്ങൾ സ്കൂളിന്റെ ആൽഫബറ്റിക് ഓർഡറിൽ ABCD എന്ന ക്രമത്തിൽ
നിങ്ങളുടെ സ്കൂളിന്റെ പേര് പറയാം. എന്നാൽ എല്ലാവരും കൂടി ഒന്നിച്ച് പറയേണ്ടി വരില്ലല്ലോ. വയനാട് ജില്ലയിലെ വിവിധ സ്കൂളിലെ കുട്ടികൾ ABCD ക്രമത്തിൽ ആദ്യം എയിൽ തുടങ്ങുന്ന സ്കൂളിന്റെ പേര് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. മതി മതി, പടിഞ്ഞാറത്തറ സ്കൂളിന്റെ പേര് മാത്രം കേട്ടു. ഇനി അടുത്ത ആ കുട്ടികളെ ഇനി പറയണ്ട, വേറെ ഏതെങ്കിലും സ്കൂളിന്റെ പേര് പറയും. അപ്പൊ ഞാൻ അതും പറയും. യെസ്. ഇനി വേറെ ഏതെങ്കിലും സ്കൂളിന്റെ പേര് പറയും. അതും ഞാൻ കേട്ടു. അപ്പൊ നമ്മുടെ USSന്റെ എല്ലാ ക്ലാസ്സുകളും മക്കൾക്ക് ലേഡർ USS എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ലേഡർ USS. അതിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ അതിൽ തന്നെ എഴുതി ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യത്തിന് സംശയം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. 8686171729. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കണക്കുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഇതിൽ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അപ്പം തരികയും ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് അടുത്ത ഒരു ക്ലാസ്സില് നിങ്ങളുടെ ചോദ്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുകയും ചെയ്യും. ഇനി ഞാൻ ഒരു ചെറിയ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അവസാനം കൂട്ടിയ സംഖ്യ കിട്ടണമെങ്കിൽ 625ന്റെ സ്ക്വയർ റൂട്ട് കാണുന്നു. 625ന്റെ സ്ക്വയർ റൂട്ട് 25 നിങ്ങൾക്കറിയാം. ആ 25നെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 25ാമത്തെ ഒറ്റ സംഖ്യ 25ന്റെ ഇരട്ടിയിൽ നിന്ന് 1 കുറയ്ക്കുന്ന 49 ആയിരിക്കുകയും ചെയ്യും. അതാണ് നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് വേറെ ഒരു ചോദ്യം കൊടുക്കാം. ആ ചോദ്യം മക്കളൊന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ആ ചോദ്യത്തിലേക്കൊന്ന് കടന്നു നോക്കാം. ഒരു കുട്ടി അയച്ചു തന്നൊരു ചോദ്യമാണ്. മക്കൾക്ക് ഇവിടെ ശ്രദ്ധിക്കുക. 69 into 70 into 71 കാണുന്നുണ്ടോ മക്കളെ? ഞാൻ മൈക്ക് ഓൺ ചെയ്യട്ടെ. മക്കൾ 81 is equal to K. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 61 into 70 അങ്ങനെ 61 മുതൽ 81 വരെ ഗുണിച്ചാൽ കിട്ടുന്നത് K ആണെങ്കിൽ ഈ Kയുടെ വലതുഭാഗത്ത് എത്ര സീറോസ് ഉണ്ടാവും? ഹൗ മെനി സീറോസ്? ഇതാണ് ചോദ്യം. 69 മുതൽ 81 വരെ ഗുണിച്ചാൽ ആ Kയുടെ വലതുഭാഗത്ത് എത്ര പൂജ്യം ഉണ്ടാകും എന്നാണ് ചോദ്യം. മക്കൾക്ക് പ്രതികരിക്കാം. 2 4 3 ശരി മക്കളെ, അതിന്റെ ആൻസറിലേക്ക് പോവുകയാണ്. അതിന്റെ ആൻസർ 4 ആകും. 4 സീറോസ് ഉണ്ട്. ഇപ്പോൾ മക്കള് മനസ്സിലാക്കേണ്ടത് 1 മുതൽ 5 വരെ ഞാൻ ഗുണിക്കുന്നു. 1 × 2 × 3 × 4 × 5. ആ 5 വരെ ഗുണിച്ചാൽ 120 ആണ്. അവിടെ ഒരു സീറോ ആണ് വരുന്നത്. ഈ സീറോന് ഉത്തരവാദി 2ഉം 5ഉം ആണ്. അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്ലൈ 4ഉം 5ഉം ആണ്. 2ന്റെ ഭാഗമായ 4 അല്ലെ 4ന്റെ ഭാഗമായ 2, 2ന്റെ മൾട്ടിപ്പിളും ഒരു 5ഉം കയറി വരുന്നതിലൊക്കെ സീറോ വരികയായി. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് 70ൽ ഒരു സീറോ ഉണ്ട്. പിന്നെ നമുക്ക് 75ല് നമുക്ക് 5 ഉണ്ട്.
75 നമുക്ക് 3 5 കിട്ടും. 25 × 3 അറിയാലോ. അങ്ങനെ വരുന്ന സമയത്ത് 80-ലും ഒരു 0 വരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ 2 1 3 1 4 സീറോസ് ആണ് വരിക എന്ന് തിരിച്ചറിയുക. ഇവിടെ മുമ്പൊരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 1 മുതൽ 25 വരെ ഗുണിച്ചാൽ എത്ര സീറോസ് ഉണ്ടാവും? അവിടെ ഓരോ 5 വരുമ്പോഴാണ് സീറോയുടെ ഉത്ഭവം. അങ്ങനെയാകുമ്പോൾ 5 വരെ ഗുണിക്കുമ്പോൾ ഒരു 0, 10 വരെ ഗുണിക്കുമ്പോൾ അവിടെ 2 0 വരുന്നു. പക്ഷെ 25 വരെ ഗുണിക്കുമ്പോൾ 6 സീറോസ് വരുന്നതിന് കാരണം ഈ 25-നെ നിങ്ങൾ 5 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 5 കിട്ടും. 5 25 നമുക്കറിയാം. പക്ഷെ 5 സീറോസ് അല്ല ഉണ്ടാകുക. ഈ കിട്ടിയ 5-നെ വീണ്ടും നമുക്ക് 5 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പൊ 1 കിട്ടുമല്ലോ, 1 5 5. അങ്ങനെ 5 1 6 സീറോസ് ഉണ്ടാവും. തിരക്ക് ചോദിക്കുന്നതാണ്. ഇപ്രാവശ്യം ചോദിച്ചത് ഇങ്ങനെയാണെന്ന് മാത്രം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനിടക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ പറയുകയാണ്. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പല രീതിയിലും ചോദിക്കാറുണ്ട്. അതുപോലെ ഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴും പല ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ ഫ്രാക്ഷൻ്റെ ഒരു ചോദ്യം നോക്കിക്കോളൂ. 5/6, 10/11, 8/9, 11/12. ഇവയിൽ വലുത് ഏതാണ്? ലാർജസ്റ്റ് ഏതാണ്? ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറെന്റ് ആണെങ്കിൽ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? അത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കണ്ടുപിടിക്കണം. ആദ്യം ഇവര് രണ്ടാളെ എടുക്കുക. 5 6-നെ 10 കൊണ്ട് ഗുണിക്കുക, 60. അപ്പൊ 55-നേക്കാളും വലിയ ആള് ഈ 60 തന്നെയാണ്. അപ്പൊ അയാൾ ഇങ്ങോട്ട് താഴോട്ട് ഇറക്കിയിടുക. പിന്നെ അടുത്ത ആളായിട്ട് ഒന്ന് നോക്കുക, അവരിൽ ഏതാ വലുത്? 8/9 ഒന്ന് നോക്കുക. 10 × 9 90 8 × 11 88. അവിടെ നിങ്ങൾക്കറിയാം 90 വലുതെന്ന്. അപ്പൊ 10/11 താഴെ. പിന്നെ നമുക്ക് 11/12 ആയിട്ട് 1 പൊരുത്തപ്പെടുത്തണം. ഇവിടെ 10-നെ 12 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 120 ആണെന്നും 11-നെ 11 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 121 ആണെന്നും നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ തന്നെ പറ, ഇതിൽ വലുത് ഏതാണ്? ഞാൻ മൈക്ക് ഓൺ ചെയ്യുകയാണ്. 11 അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2 ചോദ്യം കൂടി തരികയാണ്. ആ 2 ചോദ്യങ്ങളും മക്കൾ ശ്രദ്ധിക്കുക. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ട ചോദ്യം, ഒരു ചോദ്യം ഞാൻ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരികയും ചെയ്യും. ശ്രദ്ധിച്ചോളൂ. Sum of 10 consecutive odd number is 500. What is the sum of next 10 consecutive odd number? തുടർച്ചയായ സം SOM എന്നായി ചോദിക്കട്ടെ, എന്നിട്ട് മാറ്റട്ടെ. അത് SUM ആണ്. SUM. Sum of 10 consecutive odd number is 500. What is the sum of the റെഡിയാണ് next 10 consecutive odd numbers? അപ്പൊ ഇവിടെ 500 ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അടുത്ത 10 എണ്ണത്തിന്റെ സമ്മ് ഒരു 200 കൂടി അങ്ങ് കൂട്ടിക്കൊടുത്താൽ മതി 500-ന്റെ കൂടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാ സർ കിട്ടുന്നത്? അപ്പൊ 700 ഇതിന്റെ ആൻസർ. അതെങ്ങനെയാണ് സർ കിട്ടുന്നത് എന്ന് എല്ലാരും ചോദിച്ചാൽ ഞാൻ വിവരിക്കാം. നിങ്ങൾ ചോദിച്ചോളൂ അതെങ്ങനെയാണ് സർ കിട്ടുന്നത്. ഇതിന് മലയാളം പറയാമോ? പറയാലോ. തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുക 500 ആയാൽ തുടർന്ന് വരുന്ന 10 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അതാണ് ചോദ്യം. അത് വളരെ സിമ്പിൾ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗമാണ് ഞാൻ പറഞ്ഞത്. ഈ 10-നെ അങ്ങോട്ട് സ്ക്വയർ ചെയ്യാം. അപ്പൊ 100 കിട്ടും.
ആ 100ന്റെ ഇരട്ടി എടുക്കുക. അപ്പൊ 200 കിട്ടും. ആ 200 നമ്മൾ 500ന്റെ കൂടെ കൂട്ടിയത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, 10 താഴെ ഒരു 3-4 സംഖ്യ ഒറ്റ സംഖ്യ എടുത്തു നോക്ക്. ഇപ്പൊ 3, 5, 7 തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 15. തുടർന്ന് വരുന്ന 9, 11, 13. തുടർന്ന് വരുന്ന 3 ഒറ്റ സംഖ്യയുടെ തുകയാക്കണം. ഞാനെന്താ ഇങ്ങോട്ട് പറഞ്ഞത്, 3 എണ്ണുണ്ട്, 3നെ സ്ക്വയർ ചെയ്യാം 9, അതിന്റെ ഇരട്ടി എടുക്കുക 18. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 15ന്റെ കൂടെ 18 അങ്ങോട്ട് ആഡ് ചെയ്യണം. അപ്പൊ 33 കിട്ടും. അപ്പൊ ഇത് കൂട്ടിയാൽ 33 കിട്ടും. എന്താ സംശയം? അപ്പൊ അങ്ങനെ ചെറിയ സംഖ്യകൾക്ക് ചെയ്തു വെക്കുക. പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ പരിചയമില്ലാത്ത വരികയാണെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് ചെറിയ സംഖ്യ എടുത്ത് ചെയ്തു നോക്കി പഠിക്കണം. അടുത്തൊരു ചോദ്യം നോക്കിക്കോളാം. അതുപോലെ ചോദ്യം ചെറിയ സംഖ്യ എടുത്ത് ചെയ്തു നോക്കിയാൽ ഇപ്പൊ അതൊന്നും കിട്ടിയിട്ടില്ല. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 7744. What is the square of twice the number? ഇത് അതുപോലത്തെ ഒരു ചോദ്യമാണ്. ഇതൊന്നും നമുക്കൊരു ഇതിനെപ്പറ്റിയൊരു വലിയ കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ അല്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് പേജില് ചുമ്മാ ഒരു സംഖ്യ അങ്ങ് എഴുതി വെക്കുക. സ്ക്വയർ ഓഫ് എ നമ്പർ 3 എടുക്കുക, 10ന്റെ താഴെ, അതിന്റെ സ്ക്വയർ 9. വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് നമ്പർ? 3ന്റെ ഇരട്ടി 6, അതിന്റെ സ്ക്വയർ 36. ഈ 9 36 തമ്മിൽ എന്താ കണക്ഷൻ? ഒരു സംഖ്യ എടുത്തു 5, 5ന്റെ സ്ക്വയർ എടുത്തു 25, 5ന്റെ ഇരട്ടി എടുത്തു 10, 10ന്റെ സ്ക്വയർ എടുത്തു 100. ഈ 25 100 കിട്ടൽ എങ്ങനെയാണ്? ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഈ 9 എങ്ങനെ 36 ആയിരുന്നു, അതുപോലെ 25 എങ്ങനെ 100 ആയിരുന്നു? ഉറക്കെ പറഞ്ഞോളി. 4 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പൊ ഇവിടെയും 4 കൊണ്ട് ഗുണിച്ചാ പോരെ. അപ്പൊ ഇവിടെയും 4 കൊണ്ട് ഗുണിച്ചാ പോരെ. അപ്പൊ 7744 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ വെച്ചിട്ട് വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മക്കൾ ശ്രമിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നോക്കിക്കോ. ഈ ചോദ്യത്തിന് സ്ക്വയർ റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 40 പ്ലസ് 50 എത്ര? അവിടെ 49 സ്ക്വയറിലാണ് നിൽക്കേണ്ട, നേരം കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ പറഞ്ഞിരിക്കുന്ന ഈ 49 സ്ക്വയറിന് പകരം ചെറിയൊരു സംഖ്യ എടുക്കുക. 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 4 ഇതേ ക്രമത്തിൽ അവിടെ ഉണ്ടാക്കി വെക്കുക. 3ന്റെ സ്ക്വയർ 9, അതിന്റെ കൂടെ 3 കൂട്ടിയ 12, പിന്നെ 4 കൂട്ടിയ 16. നിങ്ങൾക്ക് അറിഞ്ഞൂടെ 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണെന്ന് സത്യം? ആ 4 ഈ അവസാനം കാണുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 6 25 വെച്ച് 30, 36, 36ന്റെ സ്ക്വയർ റൂട്ട് 6. ഇനി മക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയൂ, ഈ സംഖ്യയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ മേലെ പറഞ്ഞിരിക്കുന്ന സംഖ്യയുടെ ഉത്തരം, ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 50. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് 1 മണിക്കൂറായി, നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് ഫാക്ടേഴ്സ് എന്നൊരു ചോദ്യം ഉണ്ടാവും. നേരത്തെ നമ്മളത് പറഞ്ഞാണ് നിർത്തിയത്. ഫാക്ടേഴ്സ് നിന്ന് 7 ടൈപ്പ് ചോദ്യം ഉണ്ടാവും. ഞാനത് കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലെ കുട്ടികൾക്ക് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ അവിടെ നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വെറുതെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാനൊന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഒഴിവാക്കുകയാണ്. എന്തെല്ലോ ടൈപ്പ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒഴിവാക്കി. ശരി. അപ്പൊ ഇവിടെ ഫാക്ടേഴ്സിൽ നിന്ന് ചോദ്യം വരിക 7 ടൈപ്പാണ്. മക്കൾക്ക് അത് അറിയില്ലെങ്കിൽ ഞാൻ പറയാം, ചോദ്യം ഞാൻ ഇവിടെ എഴുതാം. വിശദീകരിക്കണമെങ്കിൽ ഞാൻ പറയാം. ഇതിൽ നിന്നൊരു മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും, ചിലപ്പോൾ 2 മാർക്കിന്റെ ചോദ്യം. അതിലൊരു ചോദ്യം ഇങ്ങനെ വയ്ക്കും: 3600ന്റെ ടോട്ടൽ ഹൗ മെനി ഫാക്ടേഴ്സ്? എത്ര ഫാക്ടേഴ്സ് ഉണ്ട്?
എന്ന് വരാം. ചിലപ്പോ 3600 എത്ര ഓഡ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കാം. ഓഡ് നമ്പർ ഫാക്ടേഴ്സ്. പിന്നെ ചോദിക്കാൻ സാധ്യത 3600 എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ചിലപ്പോ ചോദിക്കും ഈ 3600 തന്നെ അല്ല കേട്ടോ, വേറെ സംഖ്യ വരാം, എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. പ്രൈം നമ്പറായ ഫാക്ടേഴ്സ്. ഈ 4 ചോദ്യവും ഒന്നും തന്നെ പഠിപ്പിക്കാം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ കോമ്പോസിറ്റ് നമ്പറിന്റെ പവർ ആയിട്ട് കൊടുക്കും. 10⁻10 എത്ര ഘടകങ്ങൾ, അല്ലെങ്കിൽ 12⁻4 എത്ര ഘടകങ്ങൾ. അപ്പൊ ഇത് പ്രൈം നമ്പർ ആയിട്ട് കുറിച്ചിട്ട് വേണം കൃത്യമായിട്ട് ചെയ്യേണ്ടത്. വേറൊരു ടൈപ്പ് 2-3 കോമ്പോസിറ്റ് നമ്പർ വെച്ച് വെച്ചാൽ 6⁻2 into 2⁴ into 3 എത്ര ഫാക്ടേഴ്സ്. അത് അങ്ങനെയും ചോദിക്കാം. ചിലപ്പോ കോമ്പോസിറ്റ് നമ്പർ വെച്ച് ചോദിച്ചാൽ 6⁻2 into 15⁻3 into 10 എത്ര ഫാക്ടേഴ്സ്. ഇങ്ങനെ ചോദിക്കാം. വേറെ ടൈപ്പ് ഞാൻ കണ്ടത് ചോദ്യം ഇങ്ങനെയും വരാം. 12 ഘടകങ്ങളുള്ള 12 ഫാക്ടേഴ്സ് ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിക്കാം. അത് മക്കൾ തൽക്കാലം ബൈഹാർട്ടാണ് വെച്ചത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണേ വിവരിക്കാം. 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ 60 ആകുന്നു. പഠിച്ചു വെച്ചോ. 10 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ 48 ആണ്. അതും പഠിച്ചു വെച്ചോ. ഇത് രണ്ടാണ് സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒന്ന് വേറിട്ട ചോദ്യങ്ങൾ. 12 ഘടകങ്ങൾ ഏറ്റവും ചെറിയ സംഖ്യ 60, 10 ഘടകങ്ങൾ ഏറ്റവും ചെറിയ 48. ഇനി ഇത്രയും കാര്യങ്ങൾ ഈ ഫാക്ടേഴ്സായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആ ചോദ്യങ്ങളാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടത്. ഫാക്ടേഴ്സിൽ ഹൗ മെനി ഫാക്ടേഴ്സ്, നമ്പർ ഓഡ് ഫാക്ടേഴ്സ്, ഈവൻ ഫാക്ടേഴ്സ്, അങ്ങനെ മൊത്തം എത്ര ഫാക്ടേഴ്സ് എന്നുള്ള ചോദ്യങ്ങളാണ്. ഇനി ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. ഇത് മക്കൾക്ക് അറിയാമോ മക്കളെ? നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യം ഒന്ന് കടന്നു പോകാം. ആ ചോദ്യത്തിൽ എന്തെന്നാ സംഗതി നോക്കാലോ നമുക്ക്. എവിടെ പോയത്? പോയോ? ചോദ്യം പോയോ? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? 3600 എത്ര ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. 3600 അതിൽ തന്നെ 4 ചോദ്യം ഞാൻ പരിചയപ്പെടുത്തരാം. 3600 മൊത്തം എത്ര ഫാക്ടേഴ്സ്? 2 കൊണ്ട് 1800 കിട്ടും. വീണ്ടും 2 കൊണ്ട് 900 കിട്ടി. വീണ്ടും 2 കൊണ്ട്. ഞാൻ മൈക്ക് ഓൺ ചെയ്യട്ടെ. നിങ്ങൾക്ക് കൂടി എന്നോട് കൂടാലോ. നിങ്ങളെ കൂടിയും കൂടിയാ വേഗം അങ്ങ് തീരുവാ കൊണ്ടാണ്. യെസ്, മക്കളെ പറഞ്ഞോളൂ. 450. ശരിയാണ്. പിന്നെ 5 കൊണ്ട് വെച്ചാല് 4 5 20 ഈ 3 കൊണ്ട് വീണ്ടും അയക്കാനൊക്കെ നിൽക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അഭിപ്രായം 4 into 5⁻2 into 3⁻2. ഞാൻ പറഞ്ഞില്ലേ, ഈ മൊബൈലിൽ ചാർജ് തീർന്നവർക്ക് പിരിയാം, അത്യാവശ്യം ഇതറിയാവുന്നവർക്ക് പിരിയാം, തീരെ അറിഞ്ഞൂടാത്തവർ മാത്രം ഇതിൽ നിന്നാൽ മതി. ബാക്കിയുള്ളവർക്ക് നെറ്റിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കാണുകയും ചെയ്യാം.
അപ്പോൾ ലേഡർ USS എന്ന യൂട്യൂബ് ചാനലിലാണ് ഇതൊക്കെ ലഭ്യം. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ക്ലാസ്സുകളൊക്കെ കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ പവറിന്റെ കൂടെ ഒരു +1 ഇട്ട് കൊടുക്കും. അപ്പൊ 4 1 5 × 3 × 3 45 ഘടകങ്ങളാണ് 3600 ഉള്ളത്. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരമായി 3645 ഘടകം. രണ്ടാമത്തെ ചോദ്യം ഓഡ് ഘടകം എത്ര ഉണ്ടെന്നാണ്. അത് വേഗം കഴിയും മക്കളെ. ഇവിടെ ഓഡ് നമ്പർ ഉള്ളത് 5ഉം 3ഉം ആണ്. അതിന്റെ മുകളിലുള്ള ഈ പവർ ഒന്നിച്ചൊരൊറ്റ ഗുണിക്കല്ലേ ചെയ്യേണ്ടത്. 3 × 3 9 ഓഡ് ഫാക്ടേഴ്സ്. ഇനി ഈവൻ ഫാക്ടേഴ്സ് കിട്ടാൻ ഈവൻ നമ്പറിന്റെ മുകളിലുള്ള മാത്രം എടുത്താൽ പോരാ, ഓഡ് ഫാക്ടേഴ്സ് കണ്ടിട്ട് മൊത്തം ഫാക്ടേഴ്സ് നാം കുറച്ച് കളയാം. അപ്പം 36 ഉണ്ടാവും. നിങ്ങൾ ഇന്ന് തന്നെ വേണമെങ്കിൽ ഗൂഗിളിൽ 36ന്റെ എല്ലാ ഫാക്ടേഴ്സ് നോക്കിയാൽ അതില് 45 ഘടകങ്ങൾ പറയും, ഒറ്റസംഖ്യാ ഘടകങ്ങൾ 9 പറയും, ഇരട്ട സംഖ്യാ ഘടകങ്ങൾ 36 പറയും. അപ്പൊ 3 കാര്യം പഠിച്ചു. ഒരു കാര്യം ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരാം. ഇതിൽ പ്രൈം ഫാക്ടേഴ്സ് ഈ 3 എണ്ണാണ്. ഇതാ ചുവന്ന വശത്ത് മാർക്ക് ചെയ്യാം. പ്രൈം നമ്പർ 1 2 പ്രൈം ഫാക്ടേഴ്സ് കിട്ടി, ഓഡ് ഫാക്ടേഴ്സ് കിട്ടി, ടോട്ടൽ ഫാക്ടേഴ്സ് കിട്ടി, ഈവൻ ഫാക്ടേഴ്സും കിട്ടി. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ യേസ് എന്ന് പറയൂ. നോ നോ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇത് ആദ്യം കാര്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അവര് വീണ്ടും ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. ഇനി നേരത്തെ പറഞ്ഞ മറ്റൊരു ചോദ്യമാണ് 10⁻10 എത്ര ഘടകമുണ്ട്? 2 വർഷം പരീക്ഷയ്ക്ക് വന്നാണ്. ഇവിടെ കോമ്പസ് 10 കൊടുക്കും. തീർച്ചയായിട്ടും ചോട്ടിലുള്ള ആ ഭാജ്യസംഖ്യ എന്ത് ചെയ്യണം? അഭാജ്യസംഖ്യകളുടെ ഗുണനം എന്നിട്ട് 2 ഇവിടെ കൊണ്ടുവരുന്ന മക്കളെ. എന്നിട്ടോ 2-1 ഇവിടെ 5-1 2 × 1 10 5 × 1 10. അപ്പൊ പ്രൈം നമ്പറിന്റെ മേലാണ് വന്ന് ഒരു +1 ആണ് കൊടുക്കുക, ഒരു +1 ഇവിടെയും കൊടുക്കുക. 11 × 11 121 ഘടകമാണ് ഇരുന്നത്. അതും പഠിച്ചു കഴിഞ്ഞു. ഇനി 2 × 15⁻3 × 10 ദിവസം വലുതാണല്ലോ. ഇത് പരിചയപ്പെട്ട ചെറുതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനെത്ര ഘടകങ്ങളുണ്ട് എന്നാണ് ചോദ്യം. അതിന് മക്കൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ഭാജ്യസംഖ്യകളാണ്, കോമ്പോസിറ്റ് നമ്പർ ആണ്. എല്ലാം മുറിച്ചെടുക്കും. 6നെ 2 × 3 എന്ന് എഴുതുക, ബ്രാക്കറ്റ് കൊടുത്തിട്ട് 2 എഴുതുക. 15നെ 3 × 5 എന്ന് എഴുതുക, ബ്രാക്കറ്റ് കൊടുത്തിട്ട് 3 എന്ന് എഴുതുക. 10നെ 5 × 2 എന്നോ 2 × 5 എന്നോ എന്ത് വേണം എഴുതുക. എന്നിട്ട് ഇങ്ങനെ അറിയാം. എല്ലാത്തിനും ഓരോ പവർ അടുത്തേക്ക് ഉണ്ടല്ലോ. എല്ലാ ബ്രാക്കറ്റ് പുറത്തേക്ക് ഇടുക. 2 × 1 2 2 3 × 1 2 2 3 3 3 1 × 2 ഇത് കിട്ടിയതിനു ശേഷം കുടുംബക്കാർ കിടക്കുകയാണ്. 2 നിങ്ങൾ പഠിക്കുമ്പോ x⁻m × x⁻n x⁻m+n എന്ന് പഠിച്ച കുട്ടികളോട് ഞാനെന്ത് പറയാനാ? ഈ 2ഉം ഈ 1ഉം കൂട്ടണല്ലോ. അപ്പൊ നമുക്ക് 2 × 2 3 കിട്ടും. പിന്നെ 3 × 3 2 5 കിട്ടും. പിന്നെ 5 × 5 1 4 3 1 4 കിട്ടും. ഇങ്ങനെ കിട്ടിയതിനു ശേഷം ഇവിടെ +1 അങ്ങോട്ട് കൊടുത്തേക്ക്. കഴിഞ്ഞല്ല പരിപാടി. എന്നിട്ടോ 4 × 6 × 30 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 90 ഈവൻ ഫാക്ടേഴ്സും കിട്ടും.
ട്രൈ പാക്കേജ് അവിടെ കേൾക്കുന്ന 2, 3, 5 3. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരാം. ചോദ്യം ഇതാണ്. അനിൽ, അവൻ എൻ്റെ സുഹൃത്താണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നേരെ 14 മീറ്റർ സഞ്ചരിച്ചു. ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് അനിൽ വാക്ക് സ്ട്രെയിറ്റ് 14 മീറ്റർ. Then he turned right. അദ്ദേഹം വലത്തോട്ട് തിരിഞ്ഞു. Walked 6 meter. 6 മീറ്റർ സഞ്ചരിച്ചു. Again he turned right. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ സഞ്ചരിച്ചു. ചോദ്യം ഇതാണ്. അനിലിന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ ചുരുങ്ങിയത് എത്ര ദൂരം സഞ്ചരിക്കണം? ആരും ഇപ്പോൾ ആൻസർ ടൈപ്പ് ചെയ്യേണ്ട. ആൻസർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മെസ്സേജ് ക്ലോസ് ആണ്. അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിലേക്ക് പറയുക, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾ അതിന് കമന്റ് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരച്ച് കാണിക്കാം എന്താണ് ഞാൻ ഉദ്ദേശിച്ച ചോദ്യം എന്ന്. ഇതാ, നിങ്ങൾക്കറിയാലോ, ഈ സാമൂഹ്യ പാഠത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെസ്റ്റും ഈസ്റ്റും ഒക്കെ അടയാളപ്പെടുത്തി വെക്കാം. അപ്പോ അനിൽ നടന്നത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ്. 14 മീറ്റർ. വലത്തോട്ട് 6 മീറ്റർ. വീണ്ടും വലത്തോട്ട് 6 മീറ്റർ. ഇപ്പൊ അനിൽ ഇവിടെയാണുള്ളത്. അനിൽ ഇവിടെയാണ് എത്തേണ്ടത്. ഇവിടെ എത്തണമെങ്കിൽ അനിൽ ചുരുങ്ങിയത് എത്ര ദൂരം സഞ്ചരിക്കണം എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് മക്കൾ കമന്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാം. നിങ്ങളുടെ കൂടെ പേരൻസ്, ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കും പ്രതികരിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കുറെ സമയമായി. കാരണം സാധാരണ 1 മണിക്കൂറാണ് ഓൺലൈൻ ക്ലാസ് കൊടുക്കുക. എന്നാൽ 100 കുട്ടികൾ ഇപ്പോഴും ആ ക്ലാസ്സിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് USS എല്ലാവർക്കും ആ വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് കുട്ടികളാണ് നിങ്ങൾ മാറേണ്ടത്. USS എത്ര മാർക്ക് വേണം ജയിക്കാൻ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുക 90 മാർക്ക് വേണമെന്നാണ്. എല്ലാ കുട്ടികളോടും ഞാൻ പറയും, മക്കളെ നമുക്ക് 90-ൽ 90 കിട്ടണം. 90-ൽ 90 കിട്ടണം എന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ മക്കളെ ഒരു 80 മാർക്ക് പിടിക്കാനാവൂ. അല്ലാണ്ട് 63 വിചാരിച്ചാൽ ഒരിക്കലും 63 കിട്ടൂല. അപ്പൊ നമുക്ക് കിട്ടേണ്ട മാർക്ക് 90-ൽ 90 തന്നെയാണ്. അപ്പൊ 90-ൽ 90 കിട്ടുന്ന കുട്ടികളായിട്ട് കിട്ടും. കാരണം എന്താ, എല്ലാം ബബിൾ ചെയ്യുന്നതാണ്. വിവരിക്കേണ്ട ഒറ്റ ചോദ്യമില്ല. അതുകൊണ്ട് തന്നെ 90-ൽ 90 കിട്ടും. അപ്പം നിങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും നല്ല വിജയം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.